എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും സേഫ് ആണോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ നമ്മുടെ വയനാട്ടിൽ നടന്നിട്ടുള്ള ഒരു വലിയ ദുരന്തം നമുക്ക് എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടായാലും ആ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഓരോരുത്തരുടെയും ആ വിഷമങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ദൈവനിശ്ചയമായിരിക്കും അല്ലേ? നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോഴും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മുത്തൂസ് ഫുഡ് വേൾഡ് ഫാമിലിയിലുള്ള ആരെങ്കിലും വയനാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സേഫ് അല്ലേ? എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻസിലൂടെ ആയാലും ഒന്ന് അറിയിച്ചോളൂ. നമുക്കത് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാൻ. എല്ലാവരും എന്താ പറയുക സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പഴയ കാലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. അടനുറുക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കഴിച്ചിട്ടുള്ളവർക്ക് ഇത് എന്തായാലും അറിയാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ശരിക്കും നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ചെറിയ ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അടനുറുക്കാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മാവില്ലേ, ഇത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നീളത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വലിപ്പമായി പോകണ്ട കേട്ടോ. ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് യോജിച്ച് പോവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള മാവെല്ലാം കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മാവും ഞാൻ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്റ്റീമർ സ്റ്റാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതേ സ്റ്റീമറിൽ തന്നെ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റീമർ എവിടെ നിന്നാണ് കിട്ടിയത്, ഇതെങ്ങനെയാണ് വാങ്ങുക, ഇതിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇതേപോലെ 3 സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ നിവർത്തി കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇനി സ്റ്റാൻഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് കയ്യുമേന്നും ചൂട് തട്ടാത്ത രീതിയിൽ തന്നെ കണ്ടോ, ഇത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊക്കെ പറ്റും.
ഞാനപ്പോൾ ഈ സ്റ്റാൻഡ് മേടിച്ചിട്ടുള്ളത് ഓൺലൈനിലാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി, ഇതേപോലെ ഇങ്ങനെ നിവർന്ന് വരും. അതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റീമർ തന്നെ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കുറച്ച് മാത്രമേ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കുറച്ച് സ്പേസ് മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുരുക്കി കൊടുക്കാം. അതല്ല കുറച്ചധികം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിൽ മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് തന്നെ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയിട്ട് ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നേന്ത്രപ്പഴം ആപ്പിളൊക്കെ ബോയിൽ ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പലഹാരത്തിന് മാത്രമല്ല, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആയാലും ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അതിൻ്റെ പേരിലാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഇഷ്ടമാവാന്ന് വെച്ചാൽ ഇത് വാങ്ങി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മാവില്ലേ, ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീമറിൽ നമ്മൾ എന്ത് വെച്ചാലും ഇങ്ങനെ ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ. നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ മാവും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിതിങ്ങനെ എടുത്ത് വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അതിങ്ങനെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ എടുക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ സ്റ്റീമർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കൈയൊന്നും ചൂടൊന്നും തട്ടില്ല കേട്ടോ. ഇതുമ്പോൾ ചൂടൊന്നും ഇല്ല. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഇതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് നേരം ഇനി ചൂട് പോകട്ടെ. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. അതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 200 ഗ്രാം ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. കരടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ 1/4 കപ്പ് റൈസിൻസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാനപ്പോൾ ഈ ഒരു ചെറിയ ഉരൽ വെച്ചിട്ട് അതിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി മിക്സിലിട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസിൻസ് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ നാളികേരത്തിൻ്റെ ആ ഒരു നനവൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നാളികേരത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ അടനുറുക്ക്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ശർക്കരയുടെ മധുരം എല്ലാം ഈ നുറുക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ശർക്കരപ്പാനി എല്ലാം വറ്റിയിട്ട് കുറച്ച് തിക്കായിട്ടൊക്കെ വരും. നമ്മൾ നാളികേരമൊക്കെ വിളയിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ വെരുകി എടുക്കില്ലേ, അതുപോലെ എല്ലാം ഇങ്ങനെ തിക്കായിട്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വെരുകിയ പോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് നാളികേര പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നാളികേരപ്പാലും ഇതിലൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നാളികേരപ്പാലെല്ലാം ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരപ്പാലും വറ്റി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.